ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തേത് മാർബിൾ ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഓവനും ബീറ്ററും എസൻസും ഒന്നുമില്ലാതെ മിക്സി ഉപയോഗിച്ച് ഗ്യാസ് സ്റ്റോപ്പിലാണ് ഞാൻ ഈ ഒരു പഞ്ഞി പോലുള്ള മാർബിൾ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് സ്നാക്കായും അല്ലെങ്കിൽ പുറത്ത് സെയിൽ ചെയ്യാനും പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടു നോക്കുക. അപ്പോൾ റെസിപ്പി നോക്കാം. 250 ml കപ്പിൽ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതെല്ലാം ചേർത്ത് അരിപ്പയിലൂടെ നന്നായി മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതിരിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത്. മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിൽ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലായാലും ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാം ഒരേ അളവിൽ എടുത്താൽ മതിയാവും. അരിച്ചെടുത്ത മൈദ മിക്സ് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലൊരു മിക്സി ജാർ എടുക്കാം. ഡ്രൈ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കുക. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. തരിതരിപ്പൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ നോക്കുക. ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് വേണ്ടത്. ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ ഒരു കേക്കിൽ എസൻസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതിന് പകരമായി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഹൈ സ്പീഡിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്ത ശേഷം അധികം ബ്ലെൻഡ് ചെയ്തെടുക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. ഇതിനോടൊപ്പം തന്നെ കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കേക്ക് ടിന്ന് ആദ്യം ഗ്രീസ് ചെയ്ത് വെക്കുക. കേക്ക് ടിന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലേതെങ്കിലും പാത്രം എടുത്താലും മതി. ഇതിലേക്ക് 1 സ്പൂൺ മൈദപ്പൊടി ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് മിക്സ് ചെയ്ത് വെച്ച മുട്ട ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി സ്പാച്ചുല കൊണ്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ചെയ്യരുത്. ഇനി മാറ്റി വെച്ച മൈദ മിക്സ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് വേണം ചേർക്കാൻ. 2 3 ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. മൈദ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ പതുക്കെ വേണം മിക്സ് ചെയ്യാൻ. ഓവർ മിക്സ് ആയി പോരുത്, അപ്പോൾ കേക്ക് ശരിയായി വരില്ല. സ്പാച്ചുലയോ വിസ്കോ വെച്ച് പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. 3 ടേബിൾ സ്പൂൺ പാൽ ഇതിനോട് ചേർക്കുന്നുണ്ട്. ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്. പാൽ ചേർക്കുമ്പോൾ കുറേശ്ശെ തന്നെ ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. മൈദയും പാലും ഇടവിട്ട് തന്നെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ പറഞ്ഞ മെത്തേഡൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. ബിഗിനേഴ്സിന് പോലും തയ്യാറാക്കാൻ പറ്റുന്ന എളുപ്പ വഴിയിലൂടെയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. അങ്ങനെ ഫ്ലോർ മിക്സും പാലും ഇടവിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇത്രയും സ്പീഡിൽ മിക്സ് ചെയ്യരുത്. ഇത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ സ്പീഡാക്കിയതാണ്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മാത്രം മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ചെയ്യരുത്. ഈ ഒരു പരുവാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി കൊക്കോ മിക്സ് റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് 1 സ്പൂൺ കൊക്കോ പൗഡർ, 1.5 സ്പൂൺ പാല് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്ത ശേഷം മാറ്റി വെച്ച കേക്ക് ബാറ്ററിൽ നിന്നും 2 3 തവി മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കോക്കോ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും ഓവർ മിക്സ് ചെയ്യാതെ നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു ഭാഗത്തേക്ക് മാത്രം ഒഴിച്ചു കൊടുക്കാതെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ബാറ്റർ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കണം. തട്ടിക്കൊടുക്കുന്നത് എയർ ബബിൾസ് പോവാനായിട്ടാണ്. ഇനി കോക്കോ മിക്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. കൊക്കോ മിക്സ് സ്പ്രെഡായ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടി മാത്രം കത്തിയോ സ്ക്യൂറോ വെച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ തട്ടിക്കൊടുത്ത് നേരെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇവിടെ ഇതുപോലെ ഒരു അടികട്ടിയുള്ള പാത്രം എടുത്ത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് ബാറ്ററിന് ഫ്ലോർ മിക്സ് ചേർക്കുമ്പോൾ ചൂടാവാനായിട്ട് വെച്ചാൽ മതി. കേക്ക് ബാറ്റർ കംപ്ലീറ്റ് ആയി റെഡി ആകുമ്പോഴേക്കും പ്രീ ഹീറ്റ് ആയിക്കോളും. ഇനി ഇതൊരു 30 to 35 മിനിറ്റ്സ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിമിൽ മാറ്റം ഉണ്ടാവും. 35 മിനിറ്റിൽ കുക്കായില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് നോക്കാം. ഇതിപ്പോൾ എനിക്ക് ഒരു 35 മിനിറ്റ് എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. സൂപ്പർ സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്ക് തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചൂടാറിയ ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക.
ഈ ഒരു ഈസി മെത്തേഡ് ഫോളോ ചെയ്താൽ ഇതുപോലെ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടും. ഈ ഒരു കേക്കിൽ എസൻസ് ഒന്നും ചേർക്കാത്തത് അറിയുന്നേ ഇല്ല. ഒട്ടും തന്നെ മുട്ടയുടെ സ്മെല്ലോ ഒന്നുമില്ല. ഏലക്കായുടെ മൈൽഡ് ആയിട്ടുള്ള ഫ്ലേവർ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള ഒരു കേക്കാണിത്. പുറത്ത് സെയിൽ ചെയ്യുന്നവർക്കും പറ്റിയ ഒരു ഐറ്റം തന്നെയാണിത്. അധികം സമയമൊന്നും കളയാതെ അടിപൊളി ടേസ്റ്റായി തന്നെ മാർബിൾ ടീ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഒരു കേക്ക് കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് മിക്സി ഉപയോഗിച്ച് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുക. അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക്